ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിൽ വരാതിരിക്കുന്ന എപ്പിസോഡിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ ആദർശിൻ്റെയും നയനയുടെയും സംസാരം കേട്ടതിന് ശേഷം താഴത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. മുത്തശ്ശന് വളരെയധികം നല്ല രീതിയിൽ തന്നെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പിടിച്ച് സോഫയിലേക്ക് ഇരുത്തുകയാണ്. അങ്ങനെ അവിടെ മുത്തശ്ശൻ കുഴഞ്ഞ് വീഴുന്നുണ്ട്, ബോധം പോവുകയാണ്. അപ്പോഴേക്കും ആദർശും നയനയും അവിടുത്തെ ബഹളം കേട്ടിട്ട് നേരെ വരുന്നുണ്ട്. അങ്ങനെ ആദർശ് വന്നിട്ട് മുത്തശ്ശൻ്റെ മുഖത്ത് വെള്ളമൊക്കെ തെളിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് മുത്തശ്ശി കരയുന്നുണ്ട്. മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുകയാണ് ബാക്കി എല്ലാവരും. അപ്പോഴേക്കും അവിടെയുള്ളവർ പറയുന്നുണ്ട് വേഗം തന്നെ ആംബുലൻസ് വിളിക്കാനായിട്ട്. അപ്പോൾ ആദർശ് പറയുകയാണ് അവരുടെ അടുത്ത്, ഇനി ആംബുലൻസ് ഒക്കെ വരുന്നവരെ മുത്തശ്ശനെ ഇങ്ങനെ കാത്തു കെട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ വണ്ടി ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശനെ കാറിലേക്ക് കയറ്റി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, വണ്ടി ഒന്ന് വിളിച്ചിട്ട് ഇനി അതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി മുത്തശ്ശനെ കാറിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ആദർശും ആദർശിൻ്റെ അച്ഛൻ ജയനൊക്കെ കൂടിയിട്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. മുത്തശ്ശി പോകുന്നില്ല. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് വളരെയധികം സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുകയാണ്. മുത്തശ്ശനൊന്നും ഉണ്ടാവില്ല, എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഒരു ആപത്തൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയെ. പിന്നീട് കാണിക്കുന്നത് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ മുത്തശ്ശൻ അവിടേക്ക് കൊണ്ടുപോയിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ആദർശിനെയും ആദർശിൻ്റെ അച്ഛനെയും വിളിക്കുകയാണ്, എന്നിട്ട് സംസാരിക്കുകയാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് അവർ, ഇല്ല, അച്ഛൻ വളരെ ഹെൽത്തി ആണല്ലോ എന്ന് പറയുകയാണ്. ഇതേപോലെ വല്ല ടെൻഷൻ അടിക്കുന്ന സമയത്ത് മൂക്കിൽ നിന്ന് വല്ല ബ്ലഡ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ വയ്യായിക എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദർശിൻ്റെ അച്ഛൻ ജയം പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആദർശം പറയുകയാണ്, മുത്തശ്ശൻ അങ്ങനെ ഉള്ളൊരാളല്ല, നല്ല ഹെൽത്തായിട്ട് ബോഡിയൊക്കെ ഫിറ്റായിട്ട് നോക്കുന്ന ഒരാളാണ്. യോഗയും അങ്ങനെ കൃത്യനിഷ്ഠയ്ക്കുള്ള ഒരു കൂട്ടത്തിലാണ്, യോഗ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഹെൽത്തൊക്കെ ഒരുവിധം നോക്കുന്ന ഒരു കൂട്ടത്തിലാണ് മുത്തശ്ശൻ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഡോക്ടർക്ക് അത്ഭുതമാവുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ നിങ്ങളറിയാതെ ചിലപ്പോൾ ഇതേപോലെ സംഭവിച്ചിരിക്കാം, ഇതുപോലെ വല്ല ടെൻഷനായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എന്താണ് കാര്യം മറയ്ക്കാതെ പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ടെൻഷനൊക്കെ ആകുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ആദർശിൻ്റെ അച്ഛനും ഞെട്ടുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ ചികിത്സിച്ചാൽ മാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവസാനത്തെ ഒരു സ്റ്റേജിലാണ്. ഇപ്പോൾ ആദർശിൻ്റെ അച്ഛനൊക്കെ പറയുന്നുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറം രാജ്യത്തേക്കൊക്കെ കൊണ്ടുപോകാം, എന്ത് ചികിത്സ വേണമെങ്കിലും എത്ര പൈസ വേണമെങ്കിലും ചിലവായാലും കുഴപ്പമില്ല, അച്ഛൻ്റെ ജീവൻ ഒരു കുഴപ്പമില്ല, അത് കിട്ടണമെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഡോക്ടർ പറയുകയാണ്, എവിടെ കൊണ്ടുപോയാലും ചികിത്സയൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ, കുറച്ച് പൈസ കളയാമെന്നല്ലാതെ ഇപ്പോൾ ഈ സ്റ്റേജിലിരിക്കുന്ന ആൾക്ക് വേറൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ അവർക്ക് വേണ്ടത് മനസ്സമാധാനമാണ്, ടെൻഷൻ ഉണ്ടാവാത്ത കാര്യങ്ങളൊക്കെ കൂടി ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം, എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് നോക്കാം. ഇതുപോലെ വളരെയധികം ടെൻഷനും സ്ട്രെസ്സൊക്കെ ആൾക്ക് അനുഭവിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ചിലപ്പോൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കി മനസ്സിന് ശാന്തമായൊരു അന്തരീക്ഷം, മനസ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം കൂടി, ചിലപ്പോൾ അതിലും കൂടുതലായിട്ട് മുത്തശ്ശൻ്റെ ജീവൻ നീട്ടിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ തകർന്നു പോവുകയാണ് ജയൻ. അപ്പോൾ ആ ജയനെ ആശ്വസിപ്പിക്കുകയാണ്, ആദർശ അച്ഛ അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, വിഷമിക്കേണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട്, അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും അതുപോലെ ചെറിയൊരു മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കറക്റ്റ് സമയത്ത് കൊടുത്തിട്ട് നല്ല ശാന്തമായിട്ട് മനസ്സെപ്പോഴും സ്വസ്ഥമായിരിക്കുന്ന ഒരു രീതിയിൽ അവരെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് അവരൊന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ ആദർശിൻ്റെ അച്ഛനും ആദർശം കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുകയാണ്, ഇപ്പോൾ വീട്ടിലുള്ളവരോട് ഈ കാര്യം പറയാനായിട്ട് വരട്ടെ, ഇപ്പോൾ നമ്മൾ മാത്രം ഈ കാര്യം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ളവരെയും കൂടി ഇനി വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചിട്ട് അച്ഛൻ്റെ ഈ ഒരു സമാധാനം ഇല്ലാതാക്കാനായിട്ട് നിൽക്കണ്ട എന്നുള്ളൊരു കാര്യം ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ്. അതേപോലെ തന്നെ അമ്മ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും, അച്ഛന് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ അമ്മയുടെ അവസ്ഥ കണ്ടതല്ലേ, അതുപോലെ വീട്ടിലുള്ള ഓരോരുത്തരും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാവരും ഇത് ബാധിക്കും. അതുകൊണ്ട് അച്ഛൻ്റെ ഹാപ്പിനെസ്സാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇത് കൊണ്ടുപോകാം, അച്ഛനെ ഹാപ്പി ആയിട്ട് നോക്കാം, ആരോട് ഈ കാര്യം പറയണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി അച്ഛൻ, ഞാനിത് അമ്മയോട് പോലും പറയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവർ തിരിച്ച് നേരെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ
വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മുത്തശ്ശനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഹാളിൽ തന്നെ ഇരിക്കുകയാണ്. മുത്തശ്ശി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശനും ആദർശമൊക്കെ വരുന്നത് കണ്ടിട്ട് മുത്തശ്ശി നേരെ തന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, എന്ത് പറ്റിയത് എന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, താൻ ഇങ്ങനെ കരയാതെടോ, എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല, ചെറുതായിട്ട് ഒന്ന് BP കുറഞ്ഞതാണെന്നാണ് തോന്നുന്നത്, ഒരു ക്ഷീണം തളർച്ച തോന്നി, അതുകൊണ്ടാണ് ഞാനൊന്ന് വീണ് പോയത്, അതൊന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ശരിയായി, താനിപ്പോൾ വിചാരിക്കുന്ന പോലെ പേടിക്കാനൊന്നുമില്ലടോ എന്ന് പറയുകയാണ്. അല്ല എന്തോ ഉണ്ട്, അല്ലാതെ എന്നോടൊന്നും മറച്ചിക്കാൻ നിൽക്കാനൊന്നും വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് എന്നോട് പറയാൻ പറയുമ്പോൾ ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞതെന്ന് മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ ആദർശിൻ്റെ അടുത്തേക്ക് നേരെ മുത്തശ്ശി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നുണയെ പറയുള്ളൂ, എൻ്റെ മോൻ പറ, എന്തായി ഡോക്ടർ പറഞ്ഞത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്ത് പറ്റി മുത്തശ്ശി ഇങ്ങനെ പെട്ടെന്ന് വയ്യാതാവാൻ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് മടിച്ച് നിൽക്കുകയാണ് ആദർശ് പറയാനായിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന്, ഈ ഇങ്ങനെ വർക്കും കമ്പനിയിലെ കാര്യങ്ങളും അതെല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് മുത്തശ്ശനൊന്ന് വയ്യാതായതാ. ഇപ്പം നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മുത്തശ്ശി ശരിയായി മുത്തശ്ശി എന്ന് പറയുകയാണ്. അപ്പോൾ മോനെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശനെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദർശനാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ എല്ലാവരോടും പറയാൻ പറ്റാത്തതിലുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആദർശ് നേരെ റൂമിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ നയനനെ കാണുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെയായിട്ടും ഈ വീട്ടിൽ നിന്നും പോയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഞാനെങ്ങനെ പോവാനാ, മുത്തശ്ശന് വയ്യാതിരിക്കല്ലേ, ഈ സമയത്ത് ഞാനിവിടെ കൂടെ വേണ്ടേ, ഈ സമയത്ത് ഞാനിവിടെ നിന്ന് പോവില്ല എന്ന് നയന ആദർശനോട് പറയുകയാണ്. നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, ഞാൻ മുത്തശ്ശനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അതേപോലെ തന്നെ പോവും, ഒരാൾക്കും ബാധ്യതയായിട്ട് ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശ് പുറത്തേക്ക് വരുമ്പോൾ മുത്തശ്ശിയെ കാണുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശെ നിന്നെ മുത്തശ്ശൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, റൂമിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു എന്ന് മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ തന്നെ ആദർശ് നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇനി എനിക്ക് കുറച്ച് നാളുകൂടി ഇവിടെ ജീവിക്കാനായിട്ട്, ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ എന്ന് ആദർശനോട് ചോദിക്കുമ്പോൾ, എന്താ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ അഭിനയമെല്ലാം സൂപ്പറായിട്ടുണ്ട്, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ നിനക്ക് എൻ്റെ മുമ്പിൽ അഭിനയിക്കാനായിട്ട് സാധിക്കില്ല ആദർശ് എന്ന് പറയാണ്. അപ്പോൾ അതെന്തെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ അടുത്തും നിൻ്റെ അച്ഛൻ്റെ അടുത്തും ഡോക്ടർ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടിരുന്നു എന്ന് പറയുകയാണ്. അത് കേട്ടോടുകൂടി ആദർശ് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെ കരയുന്നത്, കൊച്ചു കുട്ടികളെ പോലെ, ഇതിന് മാത്രം ഒന്നുമില്ലല്ലോ, ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കണം, ഇത് പ്രപഞ്ച നിയമമാണ്, അതിന് നീ എന്തിനാ കരയുന്നത്, എൻ്റെ സമയം അടുത്തു അത്രയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറയാണ്. ഞാൻ അങ്ങനെ മുത്തശ്ശനെ ആർക്കും വിട്ടുകൊടുക്കില്ല, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല, ഞങ്ങൾ മരിച്ചാൽ മുത്തശ്ശന് ഈ ലോകത്ത് തന്നെ ഉണ്ടാവണമെന്നൊക്കെ ആദർശ് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ സമയത്ത് ഞാൻ നിന്നെ മുതലെടുക്കാമെന്ന് തോന്നരുത്, പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ കേട്ടു, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നീയും നയനയും നല്ല രീതിയിൽ തന്നെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കണമെന്ന്, എൻ്റെ കാലശേഷം നീയും അവളും ഒരുമിച്ച് ഈ വീടൊക്കെ നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. നീ എൻ്റെ ആഗ്രഹം നടത്തി തരില്ലേ മരിക്കുന്നതിന് മുമ്പായിട്ടെന്ന് പറയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അവൾ ഏത് നിമിഷവും ഈ വീട് വിട്ട് പോകുമെന്ന് ആദർശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാര്യത്തെ പറ്റിയാണ് ആലോചിക്കുന്നത്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ ഈ ഒരു ആഗ്രഹം നീ സാധിച്ചു തരില്ലേ എന്ന് ചോദിക്കുകയാണ്. അവളൊരു നല്ല കുട്ടിയാടാ, നീ അവളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, എനിക്ക് അത്രയും ഇഷ്ടമാണ്, ഞാൻ നീയും അവളും തമ്മിൽ നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകുന്നുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്, അതുപോലെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ കണ്ണടഞ്ഞു കഴിഞ്ഞിട്ട് നീ വാക്ക് തെറ്റിക്കാനായിട്ട് നിൽക്കരുത്, എനിക്ക് വേണ്ടി നീ ഈ ഒരു കാര്യം ചെയ്യില്ലേ, എനിക്ക് സത്യമിട്ടതായോ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. ആ സമയം ആദർശ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. മുത്തശ്ശൻ വളരെ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ 3 മാസത്തിൽ കൂടുതലായിട്ട് മുത്തശ്ശൻ ജീവനോടെ ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ, മനസ്സും ശരീരവും ഒക്കെ സന്തോഷത്തിലായിരിക്കണം, അപ്പോൾ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് മുത്തശ്ശൻ വാക്ക് ചോദിക്കുമ്പോൾ അവൻ സത്യമിട്ട് കൊടുക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ മരണശേഷം നീ വാക്ക് തെറ്റിക്കരുത് കേട്ടോ എന്നും കൂടി പറയുകയാണ്. അങ്ങനെ അവരെ കാണിച്ചുകൊണ്ട് മറ്റൊരു പത്തരമാറ്റിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡ്സൊക്കെ കാണുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.